കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന് പ്രധാനമായും 5 ബമ്പർ ലോട്ടറികളാണുള്ളത്. ഓണം ബമ്പർ, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ, വിഷു ബമ്പർ, സമ്മർ ബമ്പർ, മൺസൂൺ ബമ്പർ എന്നിവയാണത്. ഇതിൽ ഏറ്റവും ജനപ്രിയമായ ലോട്ടറികളിൽ ഒന്നാണ് ഓണം ബമ്പർ. ഓണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബമ്പർ നറുക്കെടുപ്പ് നടക്കും. ഓണം ബമ്പറിനാണ് ഏറ്റവും കൂടുതൽ സമ്മാനത്തുക എന്നതാണ് ഈ ജനപ്രീതിക്ക് കാരണം. അതിനിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമ്മാനത്തുകയേക്കാൾ വർധനവ് ഇക്കുറി ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായാണ് 2026 ഓണം ബമ്പർ വിപണിയിലെത്തിയിരിക്കുന്നത്. 30 കോടി രൂപയാണ് ഈ വർഷത്തെ ഒന്നാം സമ്മാനം. കഴിഞ്ഞ 4 വർഷമായി 25 കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനം. അതിനാൽ തന്നെ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തിരുവോണം ബമ്പർ ലോട്ടറി BR 111 ടിക്കറ്റ് വിൽപ്പന ഇത്തവണ പുതിയ റെക്കോർഡ് നേട്ടത്തിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിൽപ്പന ആരംഭിച്ച ആദ്യ ദിനത്തിൽ 8,72,540 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. 2025 ആദ്യ ദിനത്തിൽ 3,17,850 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞപ്പോഴാണ് ഇത്തവണ ഇരട്ടിയിലധികം വിറ്റുപോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആദ്യ ദിനത്തിൽ തന്നെ 5,54,690 ടിക്കറ്റുകളുടെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊതുജനങ്ങൾ അംഗീകൃത ഭാഗ്യക്കുറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ മാത്രമേ ടിക്കറ്റുകൾ വാങ്ങാൻ പാടുള്ളൂവെന്നും ടിക്കറ്റിന്റെ സുരക്ഷാ സവിശേഷതകളും QR കോഡും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. 500 രൂപയാണ് ടിക്കറ്റിന്റെ വില. 1 കോടി രൂപ വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനം ലഭിക്കുക. മൂന്നാം സമ്മാനമായി 25 ലക്ഷം രൂപ വീതം 20 പേർക്കും 4-ാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പേർക്കും ലഭിക്കും. 5-ാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്കും ലഭ്യമാകും. 1-ാം സമ്മാനം അർഹമാകുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് 3 കോടി രൂപ ഏജൻസി സമ്മാനമായി നൽകും. ഏജന്റുമാർക്ക് ഡിസ്കൗണ്ട് നിരക്കിന് പുറമെ ഒരു ടിക്കറ്റിന് 1 രൂപ വീതം ഇൻസെന്റീവും അനുവദിച്ചിട്ടുണ്ട്. അതേസമയം സമ്മാനത്തുകയിലെ ഈ വൻ വർധനവ് മലയാളികൾക്കിടയിൽ ചർച്ചയാണ്. 2016 10 കോടി രൂപയായിരുന്നു ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം. 10 വർഷങ്ങൾക്കിപ്പുറം 20 കോടിയുടെ വർധനവാണ് സമ്മാനത്തുകയിൽ ഉണ്ടായിട്ടുള്ളത്. 2017 10 കോടി 12 കോടിയാക്കി ഉയർത്തിയെങ്കിലും 2018 വീണ്ടും 10 കോടിയിൽ തന്നെ ടിക്കറ്റ് പുറത്തിറക്കി. പിന്നീട് 2019 മുതൽ 2021 വരെ വീണ്ടും 12 കോടി രൂപ തന്നെയായിരുന്നു സമ്മാനത്തുക. ശേഷം 2022-ലാണ് സമ്മാനത്തുക 25 കോടിയാക്കുന്നത്. അതാണ് ഇക്കുറി 5 ലക്ഷം കൂടെ വർദ്ധിപ്പിച്ച് 30 കോടിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇത്ര വലിയ സമ്മാനങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിലും കാലാകാലങ്ങളായി വലിയ വർധനവ് സംഭവിക്കുന്നുണ്ട്. ഈ വർഷവും ടിക്കറ്റ് വിൽപ്പനയിൽ ചരിത്ര വിൽപ്പന സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോട്ടറി വകുപ്പ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.